ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ടോപ്പ് ഫോറിനായി കടുത്ത പോരാട്ടം നടക്കുകയാണ്. എന്നാൽ ഇക്കുറി ടോപ്പ് ഫോറിനായി അത്ര കടിപിടി കൂടേണ്ട ആവശ്യമില്ല എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. കാരണം അടുത്ത സീസണിൽ 5 പ്രീമിയർ ലീഗ് ടീമുകൾക്ക് ഉറപ്പായും ചാമ്പ്യൻസ് ലീഗ് കളിക്കാം. അതെങ്ങനെയാണ് എന്നല്ലേ? കാരണം യുവേഫ ചാമ്പ്യൻസ് ലീഗ്, യൂറോപ്പ ലീഗ്, കോൺഫറൻസ് ലീഗ് എന്നിവയിൽ കളിക്കുന്ന ടീമുകളുടെ പ്രകടനം നോക്കി യുവേഫ ഒരു കോഎഫിഷ്യന്റ് റാങ്കിംഗ് നടപ്പാക്കുന്നുണ്ട്. ഈ റാങ്കിംഗ് പ്രകാരം ഇംഗ്ലണ്ട് അഥവാ പ്രീമിയർ ലീഗാണ് ഒന്നാമത്. അതുകൊണ്ട് അവർക്ക് അടുത്ത വർഷം ചാമ്പ്യൻസ് ലീഗിലേക്ക് ഒരു സ്പോട്ട് അധികം ലഭിക്കും. പോയ വർഷം ഈ 5th സ്പോട്ട് ജർമ്മൻ ബുണ്ടസ് ലീഗിനും ഇറ്റാലിയൻ സെരിയക്കുമാണ് ലഭിച്ചത്. അങ്ങനെ ഈ ലീഗുകളിലെ 5ാം സ്ഥാനക്കാരായ ബൊലോനയ്ക്കും ഡോട്ട്മുണ്ടിനും ഇക്കുറി കളിക്കാൻ അവസരം കിട്ടി. ഇനി ഈ 5 ടീമുകൾക്കും പുറമെ ഇംഗ്ലണ്ടിൽ നിന്നും കൂടുതൽ ക്ലബ്ബുകൾ ചാമ്പ്യൻസ് ലീഗ് കളിക്കാൻ സാധ്യതയുണ്ട്. യൂറോപ്പ ലീഗ് കിരീട പോരാട്ടത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡും ടോട്ടനും സ്ട്രോങ് കണ്ടൻഡേഴ്സാണ്. ഈ 2 ടീമുകൾക്കും പ്രീമിയർ ലീഗ് ടോപ്പ് 5-ലൂടെ ചാമ്പ്യൻസ് ലീഗിലേക്ക് വരാൻ സാധ്യത ഒട്ടുമില്ല. യൂറോപ്പ ലീഗ് വിജയിക്കുന്ന ടീമിന് ചാമ്പ്യൻസ് ലീഗ് ബർത്ത് ഉറപ്പാണ്. ഇവരിൽ ആരെങ്കിലും യൂറോപ്പ ലീഗ് വിജയിച്ചാൽ പ്രീമിയർ ലീഗിൽ നിന്നും ചാമ്പ്യൻസ് ലീഗിനെത്തുന്ന ക്ലബ്ബുകൾ 6 ആയി ഉയരും. 7ാമതൊരു ടീമിന് കൂടി സാധ്യതയുണ്ട്. അത് പക്ഷേ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നിലവിൽ ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്ന ആസ്റ്റൺ വില്ല ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളാകുകയും പ്രീമിയർ ലീഗ് ടോപ്പ് 5-ൽ ഉൾപ്പെടാതിരിക്കുകയും ചെയ്താൽ 7ാമതൊരു ടീമിന് കൂടി ബർത്ത് കിട്ടും. പക്ഷേ ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ആദ്യ പാദത്തിൽ PSG യോട് 3-1 പരാജയപ്പെട്ട ആസ്റ്റൺ വില്ലയ്ക്ക് അത്തരമൊരു സാധ്യത വിദൂരമാണ്.